ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞതോടെ ഉദ്ഘാടനങ്ങളും ഷോകളുമായി വീണ്ടും തിരക്കിലായിരിക്കുകയാണ് രേണു സുധി. ബിഗ് ബോസ് ഹൗസിൽ നിന്നിറങ്ങിയെങ്കിലും ഗ്രാൻഡ് ഫിനാലേക്ക് വീണ്ടും എത്തിയിരുന്നു. വിദേശ വേദികളിൽ പോകുന്ന രേണുവിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ്. ഒരു കാലത്ത് രൂപത്തെ ചൊല്ലി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ രേണു ഇന്ന് അതെല്ലാം മറികടന്ന് മുന്നേറുകയാണ്. എന്നാൽ വീണ്ടും വിവാദത്തിന്റെ കേന്ദ്രത്തിലാണ് രേണു. കൊല്ലം സുധിയുടെ മരണശേഷം KHCDC കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തിരികെ ഉയർന്നിരിക്കുകയാണ്. വീടിന്റെ ചോരൽ, നിർമ്മാണത്തിലെ പിഴവ് എന്നിവയെക്കുറിച്ച് രേണുവും പിതാവും മുൻപ് പൊതുവിമർശനം നടത്തിയിരുന്നു. യാദൃശ്ചികമായി കഴിഞ്ഞ ദിവസം സഹമത്സരാർത്ഥി ഷാരിക വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വീഡിയോയിലൂടെ പുറത്തുവിട്ടു. 1.5 വർഷം മാത്രം പഴക്കമുള്ള വീടാണെന്ന് പറയാനാകില്ലെന്നായിരുന്നു അവരുടെ പ്രതികരണം. ഇതിനെ തുടർന്ന് വീടിന് വിവാദങ്ങൾക്കും നേതൃത്വം നൽകിയ ഫിറോസ് ഫേസ്ബുക്കിലൂടെ വിശദീകരണവുമായി രംഗത്ത് വന്നു. ആ കുടുംബത്തിന് വീട് നിർമ്മിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ആയിരുന്നുവെന്നും അതിനിപ്പോഴും കുറ്റബോധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടെ സ്വന്തം ബിസിനസ് വലിയ രീതിയിൽ ഇടിഞ്ഞുപോയെന്നും സമൂഹ മാധ്യമങ്ങളിൽ രേണുവും സുഹൃത്തുക്കളും പടർത്തിയ നെഗറ്റീവ് പ്രചാരണമാണ് അതിന് കാരണമെന്നും ഫിറോസ് ആരോപിച്ചു. ജോലിയില്ലാതെ പല തൊഴിലാളികളും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. വീടിന് ഘടനാപരമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പുറത്തു ചെയ്ത ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ചോരലിന് കാരണമെന്നും ഫിറോസ് വ്യക്തമാക്കി. ഫണ്ട് ലഭിക്കുന്നുവെങ്കിൽ പ്ലാസ്റ്ററിംഗ് ഫ്രീയിൽ ചെയ്തു തരാമെന്നും ഫിറോസ് വാഗ്ദാനം ചെയ്തു. ഇൻസ്റ്റാ ന്യൂസ് മലയാളം, തിരുവനന്തപുരം.